ഹലോ ഗൈസ്, ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കൂർഗ് ജില്ലയിലുള്ള സോമവാർപേട്ടയിലുള്ള മല്ലളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ മല്ലളി വാട്ടർഫാൾസിൻ്റെ അടുക്ക എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബൈക്കിന് പാർക്ക് ചെയ്യാൻ 20 റുപ്യാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴേക്ക് നടന്നു പോകണം. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പുണ്ട്, നമുക്ക് വെള്ളം എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ ഒരുപാട് സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 8:30 തൊട്ടിട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. പിന്നെ ഇവിടെ ആൾക്കാർ വന്നിട്ടൊന്നും കാണുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ വ്യൂ ഇല്ലേ, അടിപൊളിയാട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. നോക്കിയാൽ എന്താ പൊളി വ്യൂ ആണ്. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ 2 സൈഡിലായിട്ട് കമ്പി വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ 700 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 700 സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങിയിട്ട് വേണം നമ്മൾ താഴെ നിന്ന് വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പ്രായമുള്ളവരെല്ലാം ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഈ 700 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കയറേണ്ട വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വലിയ പാറയുണ്ട്, ആ പാറേൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴുള്ള വ്യൂ ആണ് ഇവിടുത്തെ അടിപൊളി കേട്ടോ. ഇത് കാണുമ്പോൾ മനസ്സിലാവും. നോക്കിയാൽ കിട്ടുന്നതാണ് ആണോ, ഒരു രക്ഷയില്ല, പൊളിയാണ്. പിന്നെ അതിൻ്റെ മുകളിലെല്ലാം വലിയ മലനിരകളാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരു വലിയ പാറയുണ്ട്. അതൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഒരു പാറേൻ്റെ മുകളിൽ വേറൊരു പാറ വെച്ചിട്ട് സംഭവം പൊളി. ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ നമുക്ക് ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട് നമുക്ക് കാണാൻ പറ്റിയ. അത് അങ്ങോട്ട് കിടക്കാൻ പറ്റും. ഓക്കെ, കിടക്കാൻ പറ്റും. വ്യൂ പോയിൻ്റ് നമുക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ വരുന്നടിക്കൽ ഇതേപോലെ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലും കാര്യമെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലായിട്ടുണ്ടെങ്കിൽ, കേരളത്തിലായിട്ടുണ്ടെങ്കിൽ ആടി ഇടിയെല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇവർ നമ്മളൊരു നടന്നു പോകുമ്പോൾ ഒരു കുപ്പി പോലും എവിടെയും കാണാൻ പറ്റില്ല, പ്ലാസ്റ്റിക് കുപ്പിയൊന്നും. അതാണ് ഇവിടുത്തെ ഒരു ഇത്. നമുക്ക് ഇതിൻ്റെ അപ്പുറം പോകാനാവില്ല. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു പാറേൻ്റെ മുകളിൽ വേറൊരു പാറ വെച്ചിട്ടുണ്ടെന്ന് ഇതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഇതിൻ്റെ അപ്പുറം കടത്തി വിട്ടിരുന്നു തോന്നും. പക്ഷേ ഇവിടെ അപകടം സംഭവിച്ചതുകൊണ്ടാണ് ഇത് ഫുൾ വേലി കെട്ടിയിട്ടുള്ളത്, അപ്പുറം കിടക്കാതിരിക്കുക. ഇത് കണ്ടോ, ഇതിലൂട്ട് നടന്നു പോയിട്ട് ആടെ വ്യൂ പോയിൻ്റ് ഉണ്ട്. സോമവാർപേട്ടയിൽ നിന്ന് ഇവിടത്തേക്ക് 22 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുമ്പം തന്നെ നമ്മളെ ഇടതുവശത്തായിട്ട് വലിയ പാറയാണ് കണ്ടോ, വലിയ പാറയുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഒരുപാട് ഇറങ്ങിയിട്ട് വേണം നമ്മൾ താഴെ എത്താൻ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്, പോയി നോക്കാം. സംഭവം പൊളിയാണ്ടാ. അപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞാൽ ജനുവരി മാസമാണ് വന്നത്. അപ്പോൾ വെള്ളം ഏകദേശം വറ്റി തുടങ്ങി. പക്ഷെ എന്നാലും വെള്ളമുണ്ട്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം കാണാൻ പറ്റും. ഇവിടുന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ തിരിയും താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം നടന്ന് വന്നു കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടോ നിങ്ങൾ? ഇതേപോലെ ലാൻഡിങ് കുറച്ച് നീളമുണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത്. അപ്പോൾ കൊടക് ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കൊടക് ജില്ലയിൽ വരുന്നുണ്ടെങ്കിൽ വൺ ഡേ ട്രിപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാൻ ചെയ്തിട്ടായിരിക്കണം നമുക്ക് ഈ ഒരു സ്ഥലത്ത് വരാൻ. കാരണം വന്നു കഴിഞ്ഞാൽ ഒരു 3-4 സ്ഥലമൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കൂർഗിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ ഒരു കൂർഗിലുള്ള കാഴ്ച കണ്ടു തീർക്കാനാവില്ല. ഒരു 3 ദിവസമെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടോ വെള്ളച്ചാട്ടം നമ്മൾ ഏകദേശം താഴെ എത്തുമ്പോഴുള്ള കാഴ്ചയാണ് നീ കാണുന്നത്. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ നമുക്ക് അടുത്തേക്ക് നടക്കാൻ. ഇപ്പോൾ ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി വാട്ടർഫാൾസ് കേട്ടോ. സംഭവം പൊളിയാണ്. വെള്ളം ലേശം കുറവായാലും മഴക്കാലം വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പിന്നെ ഈ ഒരു കൂർഗിൽ വന്നിട്ട് ഈ ഒരു സ്ഥലം കൂടി ഒന്ന് കാണാമെന്ന് വെച്ചിട്ടാണ്. കണ്ടോ നല്ല മുകളിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പി വേലിയൊക്കെ കെട്ടിയത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ സേഫ്റ്റി ആട്ടാ. കണ്ടോ വലിയ കമ്പീൻ്റെ വലയടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വരാൻ പറ്റുന്ന ഒരു വാട്ടർഫാൾസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം താഴെ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ അപ്പുറം പോകാനാവില്ല, കാരണം ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. മുന്നേയൊക്കെ ആൾക്കാരങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഇതാണിതില്ല, ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ഇതുവഴി മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിന് സൈഡിന് ചുറ്റും വലിയ കാടാണ്. പിന്നെ നല്ല മുകളിൽ നിന്നാണ് വെള്ളം വീഴുന്നത് കേട്ടാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.